ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയ നാരങ്ങേൻ്റെ അച്ചാറുണ്ടാക്കിയാലോ? ചെറിയ നാരങ്ങ അരിഞ്ഞ് റെഡിയാക്കി വെച്ചതാട്ടോ. ഞാനിത് അരിയുന്നതിൻ്റെ മുന്നേ ആദ്യം കുറച്ച് തിളച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തതാട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് വയ്ക്കുന്നത്. അത് എന്നിട്ട് നല്ലപോലെ ഇളക്കി വയ്ക്കണം. അപ്പോൾ നല്ലോണം ഇളക്കി വെച്ച ഒരു 5-10 മിനിറ്റ് അത് അവിടെ ഇരിക്കുക. നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കട്ടെ. ഇതാ നല്ലോണം ഇളക്കിയിട്ട് ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതാ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് പിന്നെ നാരങ്ങ പിന്നെ അതിൻ്റെ കൂടെ മുളകും പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി. കാശ്മീരി മുളക് പൊടി 1 സ്പൂണും പിന്നെ മുളക് പൊടി 2 ടീസ്പൂണും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകാൻ വയ്ക്കാം. എൻ്റെ കയ്യിൽ നല്ലെണ്ണയാണ് കേട്ടോ വേണ്ടത്. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് അച്ചാറുണ്ടാക്കുന്നത്. പിന്നെ അച്ചാറുണ്ടാക്കി വേഗം കഴിയുന്നുണ്ട്, അധികം സമയമൊന്നും വെക്കാനുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ലെണ്ണ ആകുമ്പോൾ കൂടുതൽ കേട് വരാതിരിക്കും നിൽക്കും. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് കടുകും 1/2 സ്പൂണ് ഉലുവയിടുക. അത് നന്നായിട്ട് പൊട്ടി വന്നിട്ട് നമുക്ക് അതിലേക്ക് പിന്നെ ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ റെഡിയാക്കി വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടാം. എന്നിട്ടത് നല്ലോണം ഒരു 5 മിനിറ്റൊക്കെ വഴറ്റി വരുമ്പോൾ അതങ്ങനെ കളറ് മാറി തുടങ്ങുമ്പോഴാണ് പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇടേണ്ടത് കേട്ടോ. അതിങ്ങനെ ഏകദേശം ആയി തുടങ്ങുന്നു. ഞാനിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ കാന്താരി മുളകാണ് കേട്ടോ ഉപയോഗിച്ചത്. പിന്നെ അതിലേക്ക് നമുക്ക് ഇനി പൊടികളിടാം. എല്ലാ പൊടികളും ഒരു പാത്രത്തിലിട്ട് വെച്ചുകൊണ്ട് ഒന്നിച്ചങ്ങോട്ടിട്ട് എന്നിട്ട് പിന്നെ അത് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ഒഴിക്കാനുള്ളത്. ഒരു 2 ടീസ്പൂണ് ഒക്കെ വിനാഗിരി ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിക്കാം 2 ടീസ്പൂൺ. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാം നല്ലോണം മസാലേൻ്റെ കൂടെ നല്ലോണം ആവാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാൻ കായപ്പൊടിയാണ് ഇട്ടത്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ഒരു 2-3 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നാരങ്ങ ആഡ് ചെയ്തത്. എന്നിട്ട് നാരങ്ങ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലായിടത്തും മസാല ആവണ വരെ നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലൊക്കെ ആക്കി വയ്ക്കാം. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഉപയോഗിക്കാം.